കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 26. ഓതുന്നു ഗീതകളിതെല്ലാം അതെന്ന പൊരുൾ ഏതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമഃ. താരതമ്യേന ഒരു സിമ്പിൾ ഇതാണ് ഇതിൽ പറയണത്. അതെന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞാൽ തത്വസംഖ്യ 90 തത്വങ്ങളുണ്ട്. പക്ഷെ ആ തത്വങ്ങളൊക്കെ ശരിക്കും ബ്രഹ്മം തന്നെയാണ് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ പിന്നെ എന്താണ്, ഇതന്നെയാണ് ഭഗവത്ഗീത മാത്രമല്ല, എല്ലാ ഗീതകൾ, അനവധി ഗീതകളുണ്ട്, അതൊക്കെ പറയണത് തന്നെയാണ്. പക്ഷേ ആ ഒന്നേ ഉള്ളൂ എന്നുണ്ടല്ലോ, ആ ബ്രഹ്മം തന്നെ തത്വവിചാരം ചെയ്ത് അറിവാൻ എനിക്ക് കഴിവില്ല. അങ്ങനെ എനിക്ക് തത്വവിചാരം ചെയ്ത അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് ആ അറിവിനും ആ അറിവ് അനുഭവമാകാനും അങ്ങയുടെ കാരുണ്യം വേണമെന്ന് ഏകദേശം അതാണ് പറയണത് കേട്ടോ ഇതിൽ. അപ്പം നമുക്ക് ഓരോ വാക്ക് നോക്കാം. ഗീതകൾ, ആദ്യം രണ്ടാമത്തെ വാക്ക് അതാണല്ലോ, ഗീതകൾ വെച്ചാൽ പല ഗീതകളുണ്ട്. പിന്നെ നമ്മൾ തന്നെ എത്രണ്ണം കേട്ടു. ഭഗവത്ഗീത നമ്പർ 1 ആയിട്ട് പറയാം, മഹാഭാരതത്തിലത്തെ അല്ലേ. പിന്നെ എത്ര തരം ഗീതകളാണ് ഈ നിശ്ചല്യ. ഭഗവത്ഗീത, രുദ്രഗീത, ഭാഗവതത്തിൽ അനവധി ഗീത, രുദ്രഗീത, ഭിക്ഷുഗീത, പാണ്ഡവഗീത, ബ്രഹ്മഗീത, സനൽകുമാരഗീത, ഗോപികാഗീത, വേണുഗീത, ഭ്രമരഗീത, ശ്രുതിഗീത, ഇതൊക്കെ ഭാഗവതത്തിൽ തന്നെ. പിന്നെ അനുഗീത എന്നൊക്കെ പറഞ്ഞ മഹാഭാരതത്തിലും വേറെ കുറേ പല ഗീതകളുണ്ട്. അതാണ് ഈ ഗീതകൾ എന്ന് പറഞ്ഞത് കേട്ടോ. ഇതെല്ലാം അതായത് ഈ പറഞ്ഞ വിവിധ അതിലൊക്കെ പറയണ ഒരേ പദം തന്നെ വിവിധ തരത്തിൽ പറയുന്നുണ്ടല്ലോ. വിവിധ തത്വങ്ങളൊക്കെ രാമഗീത നമ്മൾ കണ്ടുല്ലോ രാമായണത്തിൽ. അതിൽ പറയണ ആ തത്വങ്ങളുടെ പൊരുള് ആ പരമാത്മാവ് എന്നത്, അതാണ് എന്ന് പറഞ്ഞത്. അതിൻ്റെയൊക്കെ സത്ത ആ പരമാത്മാവ് തന്നെ എന്ന പൊരുൾ, ആ സത്യം ഓതുന്നു, പറയുന്നു വെച്ചാൽ ഇത് ഈ പറഞ്ഞ ഗീതകളൊക്കെ ആ ഒന്നേ ഉള്ളൂ, അത് പരമാത്മാവാണ് എന്ന് സമർത്ഥിക്കുന്നുണ്ട്. ആ തത്വങ്ങളൊക്കെ ഒന്നുതന്നെയാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്, അത് ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത് സമർത്ഥിക്കുന്നുണ്ട് എല്ലാ ഗീതകളും. ഏതെന്ന് കാണുന്നതിന് എന്തെങ്കിലും ആവട്ടെ, അത് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ആ സത്യം മനസ്സിലാക്കി അനുഭവമാകുന്നതിന്, അതാണ് ഏതെന്നു കാണുന്നതിനെന്ന് പറയുന്നത്. ആ സത്യം അതിൽ പറയണ സത്യം എന്താണെന്ന് മനസ്സിലാക്കി അത് അനുഭവമാകുന്നതിന് മനോബലവും പോരാ, എനിക്ക് മനസ്സിന് വേണ്ടത്ര കഴിവില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ, അതിലൊക്കെ പറഞ്ഞ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് തന്നെ വിചാരം ചെയ്യാനുള്ള കഴിവില്ല. തവ മീൻസ് ഭഗവാന്റെ കിമപി കുറച്ച് കാരുണ്യം ചാൽ കൃപ സാധിക്ക വേണ്ടു. എനിക്ക് അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ട് ഭഗവാന്റെ കൃപ. അത് കിട്ടിയാതെ എനിക്കിത് തെളിയില്ല. ഈ സത്യം എനിക്ക് തന്നെ അത് കണ്ടുപിടിക്കാനും പറ്റില്ല. അത് ഭഗവാന്റെ കൃപ കുറച്ചെങ്കിലും എനിക്ക് കിട്ടിയാലേ എനിക്കത് തെളിയൂ. അത് കിട്ടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹരിനാരായണായ നമഃ എന്ന് പറഞ്ഞിട്ടാണ് ഇത്. അപ്പോൾ ഇത് കുറച്ചേ പറയാനുള്ളൂ കേട്ടോ. കാരണം ആ ഇതിൽ വാക്കിൻ്റെ അർത്ഥം തന്നെ കാര്യമായിട്ടുള്ളൂ. അതായത് എല്ലാ ശാസ്ത്രങ്ങളുടെയും പൊരുള് അടങ്ങണ, അല്ലെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും സത്ത് അടങ്ങണ അനവധി ഗ്രന്ഥങ്ങൾ പല ആത്മജ്ഞാനികളും നമുക്ക് നൽകിയിട്ടുണ്ട്. അത് പല ഗീതകളായിട്ടൊക്കെ. അങ്ങനെ ഈ പരാവിദ്യ അല്ലെങ്കിൽ ആത്മജ്ഞാനം, മറ്റത് മുഴുവൻ അപരാവിദ്യ എന്ന് പറഞ്ഞുവല്ലോ അല്ലേ. ആത്മാവിനെ പറ്റിയിട്ടില്ല അല്ലാത്ത വിദ്യകളൊക്കെ അപരാവിദ്യയാണ്. അപ്പോൾ പരാവിദ്യ എന്താ? ആത്മജ്ഞാനം. ഈ പരാവിദ്യ ഉൾക്കൊള്ളുന്ന എല്ലാ പുസ്തകങ്ങളെയും ഒന്നിച്ച് പറഞ്ഞതാണ് ഗീതകൾ എന്ന്.
ആ ഗീതകളൊക്കെ വെളിപ്പെടുത്തുന്ന സത്യം ഒന്നെന്നെയാണേനും. എല്ലാം ഒന്നെന്നെ പറയണത്. ഇപ്പം രാമഗീതയാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ഉദ്ധവഗീതയാണെങ്കിലും ആ തത്വങ്ങൾ അഥവാ അതിൽ പറഞ്ഞിരിക്കുന്ന ആ സത്യം പരമാത്മാവ് തന്നെയാണെന്ന് എല്ലാ ഗീതകളും ഉറപ്പിച്ച് പറയുന്നുണ്ട് ശാസ്ത്രങ്ങളും. എന്നാൽ അത് ഉൾക്കൊള്ളാനും അറിഞ്ഞിട്ട് കാര്യമില്ല, അത് ഉൾക്കൊണ്ട് അനുഭവമായി തീരാനുള്ള മനോബലം എനിക്കില്ല എന്നാണ് ആത്മജ്ഞാനിയായിട്ടുള്ള എഴുത്തച്ഛൻ വളരെ വിനയാന്വിതനായിട്ട് പറയണത് നമ്മളോട്. അദ്ദേഹം ആത്മജ്ഞാനിയാണ്, അദ്ദേഹത്തിനൊക്കെ അറിയാം. പക്ഷേ നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹം ആത്മജ്ഞാനിയാണെങ്കിലും നമുക്ക് വേണ്ടി പറയാണ്, എനിക്കതൊന്നും തത്വവിചാരം ചെയ്ത് മനസ്സിലാക്കാനുള്ള മനോബലമില്ലല്ലോ. എല്ലാ ഗീതകളും അദ്വൈത ബ്രഹ്മം മാത്രമേ ഉള്ളൂ, ഇവിടെ രണ്ടാമതൊന്നില്ല. ആ ബ്രഹ്മം നീ തന്നെയാണ്, തത്വമസി പറയുന്നുണ്ടല്ലോ എന്നും ഈ മഹാവാക്യത്തിലൊക്കെ അത് പറയുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ 96 തത്വങ്ങളും ബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞുവല്ലോ. അപ്പം എന്താണ് എല്ലാ ഗീതകളും അല്ലെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളും പറയണത്? എന്താ? വസ്തു ഒന്നേ ഉള്ളൂ എന്നാണ് പറയണത്. ഇപ്പം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, സൂത്രേ മണി ഗണ ഇവ. അതായത് ഞാനാണ് സൂത്രം, ഞാനൊരു ചരടാണെങ്കിൽ ആ ചരടിൽ കോർത്തതാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് പറയുന്നുണ്ട്. സൂത്രേ മണി ഗണ ഇവ അല്ലേ? പക്ഷേ ചിത്തശുദ്ധി വരാതെ ഈ ബ്രഹ്മതത്വം സാക്ഷാത്കരിക്കാൻ അല്ലെങ്കിൽ അനുഭവമാകാൻ ഒരാൾക്കും കഴിയില്ല. ചിത്തശുദ്ധി വേണം. എന്നാൽ എനിക്ക് ചിത്തശുദ്ധി വെച്ച് ശ്രമിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ശ്രമിക്കും വേണം. പക്ഷെ നമ്മുടെ ശ്രമിക്കാൻ തോന്നാൻ തന്നെ വേണം അല്ലേ? അങ്ങനെ ശ്രമിക്കാൻ തോന്നാനും നമ്മുടെ ആ ശ്രമം സഫലമാക്കാനും അല്ലെങ്കിൽ ആ ശ്രമം വിജയിക്കാനും ഭഗവത് കാരുണ്യം അല്ലാതെ വേറെ ആശ്രയമില്ല. അപ്പോൾ നമ്മൾ അഹങ്കാരം മുഴുവൻ ത്യജിച്ച് ദേഹാഭിമാനം ത്യജിച്ച് ഭഗവാനെ സർവാത്മനാ ശരണമടഞ്ഞാൽ ഭഗവാൻ നമ്മുടെ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇതിൽ ചിത്തശൻ നമുക്ക് വേണ്ടി പറയുകയാണ്, എന്താ അറിയോ, ഈശ്വര എനിക്ക് ചിത്തശുദ്ധി നൽകിയിട്ട് ആ ശുദ്ധമായിട്ടുള്ള മനസ്സിലേക്ക് എനിക്ക് ജ്ഞാനം പകർന്ന് നൽകണേ ഹരിനാരായണ. അതായത് എനിക്ക് അതിന് വേണ്ടതെല്ലാം ചെയ്യാൻ തോന്നണം. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള മതി എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ, നാമസങ്കീർത്തനം കൊണ്ട് ചിത്തം ശുദ്ധാവും. ചിത്തം ശുദ്ധമായിട്ട് എനിക്കങ്ങനെ നാമസങ്കീർത്തനം ചെയ്യാൻ തോന്നണം. എന്നിട്ട് ചിത്തം ശുദ്ധമായിട്ട് എനിക്ക് ഏതെങ്കിലും ഗുരുമുഖാന്തരോ ഭഗവാൻ തന്നെയോ എനിക്ക് ആ ജ്ഞാനം പകർന്നു നൽകണം. അതിന് ഞാൻ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. അതില്ലാതെ എന്തൊക്കെ ഗ്രന്ഥങ്ങൾ പഠിച്ചാലും എനിക്കത് തെളിയില്ല. അതുകൊണ്ട് ഞാൻ ഹേ കരുണാമൂർത്തേ അങ്ങയുടെ കൃപ എന്നിൽ ചൊരിയണേ ഹരിനാരായണായ നമ. അത്രയേ ഉള്ളൂ ഇതിൽ കേട്ടോ. നമുക്കൊന്നും കൂടി ചെയ്യാം, അത്ര സമയമുണ്ട്. അപ്പോൾ 26 ചൊല്ലിയിട്ട് ഞാൻ 27ലേക്ക് പോവാം. ഓതുന്നു ഗീതകളിതെല്ലാം അതെന്ന പൊരുൾ ഏതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമാം. ഇനി നമുക്ക് അടുത്തത് ഏതാ? 27 വായിക്കാം. 27 വായിക്കാം കേട്ടോ. ഔദുംബരത്തിൽ മശകത്തിനു തോന്നുമിതിൻ മീതേ കഥാപി സുഖമില്ലെന്നു തത്പരിച്ചു ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമഃ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, അസ്ഥിരമായിട്ട് ഈ ലോകത്തിൽ നമ്മൾ ജഗത്തിൽ കാണുന്നത് മുഴുവൻ അസ്ഥിരമാണ് അല്ലേ? ഒന്നും സ്ഥിരമല്ല. ഈ അസ്ഥിരമായവയെ ആശ്രയിച്ച് നമ്മൾ സ്ഥിരസുഖം കൊതിക്കുന്നതാണ് മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ വീക്ക്നെസ്. അസ്ഥിരമായിട്ടുള്ളതിനെയൊക്കെ സ്ഥിരമെന്ന് വിചാരിച്ച് അതിൽ സ്ഥിരസുഖം കൊതിക്കും. അതുകൊണ്ട് സുഖം ഉണ്ടാവണില്ല എന്ന് മാത്രമല്ല, അസ്ഥിരമായിട്ടുള്ളതിൽ സുഖം കണ്ട് അത് സുഖിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ, അതുകൊണ്ട് സുഖം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മളെ അത് കൂടുതൽ ആഴമുള്ള ഗർത്തത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. അതാ ബുദ്ധിമുട്ടേ.
ആ സുഖം ഇങ്ങനെ അനുഭവിക്കാതെ കഴിഞ്ഞാൽ അത്ര ദുഃഖം വരും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമല്ല. എന്താ വെച്ചാൽ എത്ര ദുഃഖം അനുഭവിച്ചാലും പിന്നെയും നമ്മുടെ മനസ്സ് അതിൽ പറ്റിക്കൂടുന്നു. അതാണ് ഈ മനുഷ്യ മനസ്സിൻ്റെ കുഴപ്പം. എത്ര ദുഃഖം അനുഭവിച്ചാലും പിന്നെ അതിൽ പറ്റിക്കൂടുന്ന ആ മനുഷ്യ മനസ്സിൻ്റെ തീരാത്ത ആഗ്രഹം ഉണ്ടല്ലോ, അത് ആര് കാരണം? മായ നമ്മളിൽ ഏൽപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ മായാവിമോഹിതരാക്കുകയാണെന്ന് പറയാം. ആ വാക്കന്നെ ശ്ലോകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിമോഹിനി എന്ന് പറയില്ലേ, നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്. ഈ മോഹത്തിൽ പെടാൻ ഇടവരരുതേ എന്നാണ് ഈ ശ്ലോകത്തിൽ ഏകദേശം പറയണത്. അപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം. എന്താണ് ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. ഔദുംബരത്തിൽ എന്താ പറയുക, അത്തിമരത്തിൻ്റെ കായാണ് അത്ര. ഫിഗാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷിൽ. അത്തിമരം വെച്ചാൽ ഫിഗാണെന്ന് തോന്നുന്നു. എന്തായാലും അത്തിമരത്തിൻ്റെ കായയിൽ മശകത്തിന് വെച്ചാൽ കൃമി അഥവാ പുഴു. മശകം വെച്ചാൽ ഈ പിന്നെ കൊതു എന്നൊക്കെ അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ കൃമിന്ന് എടുത്താലാണ് അധികം അനുയോജ്യം. അപ്പോൾ മശകത്തിന് വെച്ചാൽ കൃമി അഥവാ പുഴുവിന് ഇതിൽ മീതെ എന്ന് പറഞ്ഞാലോ ഇതിലും അധികം, അതായത് അത്തിക്കായയിൽ കയറിയിട്ടുള്ള ഒരു പുഴുവിന് അതിലും അധികം കഥാപി ഒരിക്കലും സുഖമില്ലെന്ന് തോന്നും. സുഖമില്ലെന്ന് തോന്നുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്താണ് എഴുത്തച്ഛൻ. അപ്പം എന്താ വെച്ചാൽ അത്തിക്കായയുടെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു കൃമിക്ക് അതിലത് തിന്നിങ്ങനെ സുഖമായിട്ട് ആസ്വദിച്ച് തിന്നുമ്പോൾ ഇതിലും സുഖമായിട്ടൊരു കാര്യം, ഇതിലും സുഖം എനിക്ക് കിട്ടാനില്ല എന്ന തോന്നൽ വരും. വേറൊന്ന് അന്വേഷിച്ച് പോകാൻ ആഗ്രഹമില്ല, കാരണം അത്ര സുഖം എന്ന് തോന്നി അതിലിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാലേ അത് ഞാൻ അതിലേക്ക് വരാം കേട്ടോ. ഏതായാലും വാക്കിൻ്റെ അർത്ഥം അതായത് ഇതിലധികം എനിക്ക് വേറൊരു സുഖം കിട്ടാനില്ല എന്നൊരു ഭ്രമം വരും. തത് പരിചു അതുപോലെ ദേഹോഹം എന്നിവയിൽ ഞാൻ ദേഹമാണ്, ഈ ദേഹം കൊണ്ട് ലഭിക്കുന്ന സുഖത്തിന് മീതെ ഒന്നുമില്ല എന്ന വിചാരം കൊണ്ട് ചേതോ വിമോഹിനി തവ മായ, മനസ്സിനെ മോഹിപ്പിക്കുന്ന അങ്ങയുടെ മായ, ഈ കൃമിയെപ്പോലെ ഭ്രമിപ്പിക്കുന്ന ആ മായ ഉണ്ടല്ലോ, ആ മായ മയക്കായിക, എന്നെ മയക്കാതെ ഇരിക്കണേ, എന്നെ മയക്കരുതേ, ആ മായ ദയവ് ചെയ്ത് എന്നെ മയക്കരുതേ, ഹരിനാരായണായ നമ. അപ്പം എന്നെ ഈ മായാഭ്രമത്തിലേക്ക് ഇഴക്കരുതേ ഭഗവാനെ എന്നാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. എന്താ അറിയോ, ഈ നമുക്ക് അതിലും നല്ലത് അറിയാതിരുന്നാൽ ആ ഇപ്പുള്ളത് ഏറ്റവും നല്ലതാ തോന്നും. അതായത് നല്ലതെന്ന് പറഞ്ഞപ്പോൾ സുഖമല്ല പറഞ്ഞ കേട്ടോ, നമുക്ക് ശ്രേയസ്കരം, ഇതിലും ശ്രേയസ്കരായത് ഉണ്ടെന്ന് ഒരാൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോഴുള്ള തന്നെ ഏറ്റവും ശ്രേയസ്കരം എന്നോ ഏറ്റവും സുഖകരം എന്നോ വിചാരിച്ച് അവിടെ ഇരിക്കല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുണ്ടങ്ങാറ്റിലെ തവള എന്നൊക്കെ പറയൂല, അതായത് എക്സ്പോഷർ ഇല്ല ശ്രേയസ്കരായിട്ടുള്ള കാര്യങ്ങളോട്. അതാണ് ഇപ്പോൾ പിന്നെ ആ കൃമി എന്താ വിചാരിക്കണേ, എനിക്കെന്താ സ്വർഗസുഖം, എനിക്കിതിങ്ങനെ തിന്നുകൊണ്ടിരിക്കാം അല്ലേ. ഈ അത്തിക്കായൽ ഫിഗ് എന്ന് പറയുക, അല്ലെങ്കിൽ അത്തിക്കായ പഴുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൃമി എന്താ വിചാരിക്കണേ, നല്ല സുഖം. പക്ഷേ ആ സ്വർഗം ഉണ്ടല്ലോ, അതാ കൃമി അനുഭവിക്കുന്ന സ്വർഗം, ആ കായ ഉണങ്ങിയാൽ അല്ലെങ്കിൽ അതിലത്തെ കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകും എന്നത് ആ കൃമിക്ക് അറിയില്ല, അതിനുള്ള വിവേകമില്ല. പിന്നെ വേറൊരു കഥ ഇതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ ഭാഗവതത്തിലൊക്കെ അത് പറഞ്ഞു. എന്താ വെച്ചാൽ ദേവേന്ദ്രൻ ശാപം കിട്ടിയിട്ട് ഒരു പന്നിയായിട്ട് ജനിച്ചു. അപ്പം പന്നിയുടെ ഭാര്യപ്പന്നിയും അനവധി കുട്ടികളും ഒക്കെ ആയിട്ട് ചണ്ടിത്തത്തിൽ ചാണകത്തിലോ അല്ലെങ്കിൽ അതിലും മോശമായിട്ടുള്ള ഏതിലൊക്കെയോ ചളി അതിലിങ്ങനെ കിടന്നിങ്ങനെ പിന്നെ എന്താണ് പൊളയാണ്. മേല് മുഴുവനെ എന്തിനാ കിടന്ന് പൊളയണമെന്ന് വെച്ചാൽ അതൊക്കെ മേല് മുഴുവനുണ്ട്, മൂക്കത്തും എല്ലാ ദിക്കിലും ഉണ്ട്, കുട്ടികളുടെ മേലുണ്ട്, ഭാര്യ. അപ്പോൾ അതിങ്ങനെ സന്തോഷമായിട്ട് ആ ചണ്ടിത്തത്തിൽ കിടന്നിങ്ങനെ പൊളയണത് അങ്ങേയറ്റം ആസ്വദിച്ചു കൊണ്ട് കിടക്കുകയാണ് ദേവേന്ദ്രൻ.
ദേവേന്ദ്രനാണെന്നും അറിയില്ല, പന്നിയാണേ. പിന്നെ ശാപം കിട്ടി. അപ്പോൾ കുറേ കാലമായി പന്നിയായിട്ട് ഇങ്ങനെ കളിക്കണു. കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി. അപ്പോൾ ആ ഇടയ്ക്ക് നാരദൻ ആ വഴി ഒന്ന് വരും. അപ്പം നാരദന് ദേവേന്ദ്രനാണ് ഈ പന്നീന്ന് അറിയാം. പിന്നെ ശാപം കൊണ്ടായതാണെന്ന് അറിയാം. അപ്പം നാരദൻ പറയും, പന്നിയോട് പറയേ, നോക്കൂ, ഇങ്ങനെ ഈ ചളിയിൽ കിടന്ന് ഇനി ഇവിടുന്ന് പോരാറായില്ലേ, മതി ഈ സുഖം. ഇതൊരു സുഖമല്ലാട്ടോ, ഇനിയിപ്പോൾ ഇതാ മരിക്കും, അങ്ങനെയാണല്ലോ എന്തെങ്കിലും. അപ്പോൾ ഇതിനി പോരേ ചോദിക്കുമ്പോൾ എന്താ ദേവേന്ദ്രൻ പറയാറിയോ? അയ്യോ നാരദ, അതൊന്നും പറയരുതേ, മഹർഷേ, അതൊന്നും പറയരുതേ. ഞാൻ ഇതിലും വലിയൊരു സ്വർഗം വേറെ ഇല്ല, എനിക്ക് ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതി. അറിയില്ല, ദേവേന്ദ്രനാണെന്നും അറിയില്ലല്ലോ. ഹി ഡസൻ നോ നത്തിങ് ബെറ്റർ. ഇത് ശ്രേയസ്കരല്ല എന്നൊന്നും അറിയില്ല, ഇത് പെർമനൻ്റ് അല്ല, അസ്ഥിരാണെന്നൊന്നും അറിയാനുള്ളതില്ല. അപ്പോൾ അതിൽ തന്നെ കിടന്നാൽ മതി പറയും. അതുപോലെ ആ കൃമിയെ പോലെയോ ദേവേന്ദ്ര പന്നിയെ പോലെയോ ആണ്. എന്താ വെച്ചാൽ ആ സുഖം നമ്മളെന്ന് പറയാണ്. സുഖം, അതായത് ഭൗതിക സുഖങ്ങളിൽ മുഴുകി കഴിയണവരൊക്കെ ഇപ്പം ഈ കൃമിയെ പോലെയോ ഈ ദേവേന്ദ്ര പത്നിയെ പോലെയാണ് അല്ലേ. സുഖം തരുന്ന സാധനം നാശം ഉള്ളതാണ് വെച്ചാൽ സുഖം നശിക്കില്ലേ? നമുക്ക് സുഖം തരുന്ന സാധനം നശിക്കണതാണെങ്കിൽ ആ നാശത്തോടുകൂടി സുഖം നശിക്കും. അപ്പോൾ ദേഹത്തിൽ ദേഹാഭിമാനിയായി ഇരിക്കുന്നവരുടെ എല്ലാം കഥ ഇതാണ് അല്ലേ. നമ്മുടെ എല്ലാവരും ദേഹാഭിമാനം വിടാത്തവരുടെ കഥ മുഴുവൻ ഇതന്നെയാണ്. അറ്റ്ലീസ്റ്റ് നമ്മളതിന് ഇതല്ലാന്ന് മനസ്സിലാക്കിയെങ്കിൽ ചെയ്താൽ നന്നായി. ദേഹവും ദേഹത്തിനോട് ബന്ധപ്പെട്ടതും എല്ലാം അസ്ഥിരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛൻ, അമ്മ, അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. സഹോദരങ്ങൾ, കുറച്ച് കഴിഞ്ഞാൽ നമ്മളും പോവും. പിന്നെ കുട്ടികളുടെ അച്ഛനമ്മമാർ പോയി അല്ലേ. എന്തിനു പറയണു, നമ്മളെ കുട്ടികളെ എൻജോയ് ചെയ്ത് വളർത്തി അവർ വലുതായാൽ പോണു. അപ്പം അവരുടെ സാമീപ്യ സുഖം നമുക്ക് ഇല്ലാണ്ടേ ഉണ്ടല്ലോ അല്ലേ. അപ്പം നമുക്ക് പോകുമ്പോൾ സങ്കടമാവും. അതാ ഞാൻ പറയണേ. അപ്പോൾ ദേഹവും ദേഹത്തിനോട് ബന്ധപ്പെട്ടതും എല്ലാം അസ്ഥിരാണ്. അനിത്യം അസുഖം ലോകം ഗീതയിൽ പറഞ്ഞൂല. പക്ഷെ ഇത് നിത്യമാണെന്ന് തോന്നിയിട്ട് ഈ ദേഹസുഖത്തിലും ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന എല്ലാത്തിലും അഭിമാനിച്ച് ഭ്രമിപ്പിക്കുന്നതാണ് മായയുടെ ജോലി. നിത്യമല്ലാത്തതിനെയൊക്കെ നിത്യമെന്ന് തോന്നിപ്പിച്ച് ശരിക്കും നിത്യമായുള്ളതിനെ മറച്ച് ആവരണം ചെയ്യണ്ടേ. ശരിക്കും നിത്യ ആ സച്ചിദാനന്ദത്തിനെ അങ്ങോട്ട് മറയ്ക്കും. എന്നിട്ട് ഈ ദേഹത്തിനെ ആ സ്ഥാനത്ത് അങ്ങോട്ട് വിക്ഷേപം ചെയ്യാണ്. മായയ്ക്ക് രണ്ട് ശക്തി ഉണ്ടല്ലോ. ഒന്ന് ആവരണം, ശരിക്കുള്ളതിനെ മറയ്ക്കുക. എന്നിട്ട് ആ സ്ഥാനത്ത് ഇല്ലാത്ത ഒന്നതിനെ ശരിയെന്ന് തോന്നിക്കുകയും ചെയ്യണ്ടേ. അപ്പം അതാണ് മായയാണ് ചെയ്യണ പറഞ്ഞത്. അതായത് ഇതൊക്കെ നിത്യമാണ് ഈ ദേഹം എന്ന് തോന്നിയിട്ട് ദേഹസുഖത്തിലും ദേഹത്തെ സംബന്ധിക്കുന്ന എല്ലാറ്റിലും നമ്മൾ അഭിമാനിച്ച് ഭ്രമിപ്പിക്കുന്നു. അതാണ് മായയുടെ പണി. പക്ഷേ മായാതീതമായി പോയവർക്ക്, അതായത് ജ്ഞാനികൾക്ക്, ഈ ശരീരം തന്നെ ഒരു വ്യാധിയാണ്. നൊച്ചൂർജി ഒരു പിന്നെ ഇതിൽ പറയണ്ട വളരെ ഇതായിട്ട്, നമ്മളുടെ ആദ്യത്തെ വ്യാധി ശരീരമാണ്. ഈ ജഗത്തിലെ ദുഃഖപ്രദമായിട്ടുള്ള എല്ലാം തരണത് ഈ ശരീരാഭിമാനം കൊണ്ടാണ് നമുക്കുണ്ടാവണം. എന്തിനു പറയണു? ശരീരാഭിമാനമുള്ള നമുക്കുള്ളൂ ജനനവും മരണവും. ആത്മാവാണ് ഞാൻ അങ്ങോട്ട് ബോധ്യമായി പിന്നെ ജനനമുണ്ടോ മരണമുണ്ടോ? അതേ നിത്യല്ലേ. നിത്യം ഏകമാണ്. നിത്യം ഏകോയമാത്മ അല്ലേ. അപ്പോൾ തൽക്കാല സുഖത്തിൽ മുഴുകി ഇപ്പം അനുഭവിക്കുന്ന സുഖത്തിൽ മുഴുകിയിട്ട് ഭാവിയിലെ ആ ശ്രേയസ്സിന് വേണ്ടി ശ്രമിക്കാണ്ടിരിക്കലാണത്ര. ആരെ പോലെ? ആ പന്നിയെപ്പോലെയും കൃമിയെപ്പോലെ തൽക്കാല സുഖത്തിൽ മുഴുകിയിട്ട് ഇതിലും വലിയ സുഖമില്ല എന്ന് വിചാരിച്ച് ഭാവിയിലെ നിത്യസുഖത്തിന് വേണ്ടി ശ്രമിക്കാതിരിക്കണാണത്രേ പരിണാമ ദുഃഖം. 3 തരണ്ട ദുഃഖം. ഇത് പരിണാമ ദുഃഖം. പിന്നെയോ
ഇങ്ങനെ സുഖിച്ചിരിക്കുന്ന സമയം ഇപ്പം ആദിവ്യാധികൾ വരുമ്പോൾ അപ്പോൾ കുറച്ച് റിയലൈസേഷൻ വരുന്നുണ്ടാവില്ല, എന്നാലും ദുഃഖം തോന്നും. അങ്ങനെ ദുഃഖിക്കണത്, അതിനിടയ്ക്ക് സുഖിച്ചിരിക്കുന്ന സമയത്ത് ആദ്യമോ വ്യാധിയോ വരുമ്പോൾ ദുഃഖിക്കണത് താപദുഃഖം എന്നത്രേ പറയുക. പിന്നെ എത്ര അനുഭവിച്ചാലും മനസ്സിലാവാതെ പിന്നെയും പിന്നെയും ഭൗതിക സുഖത്തിന് പിന്നാലെ ആഗ്രഹിച്ച് പോണതാണത്രേ സംസ്കാര ദുഃഖം. അതായത് അവരുടെ സംസ്കാരം വാസന കൊണ്ട് തന്നെ അവരങ്ങനെയാണ്. ചിത്തത്തിൽ സംസ്കാരങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ, അപ്പോൾ വാസന എന്നും പറയാം. അപ്പോൾ വീണ്ടും വീണ്ടും സുഖം അനുഭവിക്കുക, ഇതെത്ര അസ്ഥിരാണെന്ന് അറിഞ്ഞാലും പിന്നെയും പിന്നെയും അതിന് വേണ്ടി, അതായത് അറ്റമില്ലാത്ത ആഗ്രഹം പിന്നെയും പിന്നെയും അത് അനുഭവിക്കണം. അതാണ് അത്ര സംസ്കാര ദുഃഖം. ഇങ്ങനെ മായയിൽ ഭ്രമിച്ച് ഇങ്ങനെ ഭൗതിക സുഖം ആഗ്രഹിച്ച് ദുഃഖഗർത്തത്തിൽ ഞാൻ വീഴാൻ ഇടവരരുതേ. ഞാൻ മായയാൽ മോഹിക്കപ്പെടരുതേ എൻ്റെ ഭഗവാനെ. അത് അങ്ങനെ ഞാൻ മായയിൽ മോഹിതനാവാതിരിക്കണമെങ്കിൽ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ വഴിയുള്ളൂ. എൻ്റെ ശ്രമം കൊണ്ടൊന്നും, അല്ലെങ്കിൽ പൗരുഷം എന്ന് പറയും, എന്താ പുരുഷ പ്രയത്നം. ശരിക്കും നമ്മൾ പറയണ പൗരുഷം എന്ന് പറഞ്ഞാൽ മാൻലിനെസ് ഒന്നും അല്ല കേട്ടോ. ഈ അധ്യാത്മ സന്ദർഭത്തിൽ പൗരുഷം എന്ന് പറഞ്ഞാൽ, പൗരുഷം വെച്ചാൽ പുരുഷപ്രയത്നം. പുരുഷപ്രയത്നം കൊണ്ടൊന്നും സാധിക്കാവുന്നതല്ല ഈ മായയുടെ പിടിന്ന് വിടണ കാര്യം. ആ മായയ്ക്ക് അതീതനായിട്ട് എനിക്ക് പോകണമെങ്കിൽ, മായയുടെ ഈ പിടിന്ന് എനിക്ക് വിടണമെങ്കിൽ പുരുഷപ്രയത്നം കൊണ്ടൊന്നും പറ്റില്ല. എൻ്റെ ശ്രമം വളരെ കുറച്ച് വല്ല സാമസങ്കീർത്തനമൊക്കെ ചെയ്യാം, പിന്നെ മുഴുവൻ ഭഗവാന്റെ കൃപയാണ്. അതുകൊണ്ട് മായ എന്നെ മോഹിപ്പിക്കരുതേ. മേപ്പത്തൂരും പറയുന്നുണ്ടല്ലോ നാരായണീയത്തിൽ, മായ എന്നെ മോഹിക്കപ്പെടരുതേ, ഞാൻ മായയാൽ മോഹിക്കപ്പെടാതെ എന്നെ അനുഗ്രഹിക്കണേ, ഹരിനാരായണായ നമ എന്നാണ് ഇതിൽ പറയണത്. അപ്പം നമുക്ക് മായയാൽ മോഹിക്കപ്പെടാതിരിക്കണമെങ്കിലും ഭഗവത് കാരുണ്യം തന്നെ വേണം. ചിത്തശുദ്ധിക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് അത് തോന്നിക്കാനും വേണം ഭഗവത് കാരുണ്യം. അപ്പം എല്ലാം അപ്പം നമുക്ക് ശരിക്കും പറയാം, എന്ത് നമുക്ക് വേണമെങ്കിലും ഭഗവാന്റെ കാരുണ്യം വേണം. അപ്പോൾ എന്താ എഴുത്തച്ഛൻ പറയണ ഓരോ ശ്ലോകച്ചാൽ ഹരിനാരായണ നമ എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാം സർവാത്മനാ ഭഗവാനെ ശരണം പ്രാപിക്കല്ലാതെ നമുക്ക് യാതൊരു നിവൃത്തിയില്ല. ഭഗവത് കാരുണ്യം എന്നിൽ എപ്പോഴും വർഷിച്ചു കൊണ്ടിരിക്കണേ, ഭഗവത് അനുഗ്രഹം എനിക്കുണ്ടാവണേ. നമുക്കും എല്ലാവർക്കും ഈ ആധ്യാത്മിക യാത്രയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോന്നിക്കണേ, അങ്ങനെ മനഃശുദ്ധി തരണേ. അങ്ങനെ മനഃശുദ്ധി തന്ന മനസ്സിൽ, മായയാൽ മോഹിക്കപ്പെടാത്ത മനസ്സിൽ ഭഗവാന്റെ ആ സത്യം തെളിഞ്ഞ് പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടെ നിർത്താം. ഞാൻ 27 ഒന്നും കൂടി വായിക്കാം. ഔദുംബരത്തിൽ മശകത്തിനു തോന്നുമിതിൻ മീതേ കഥാപി സുഖമില്ലെന്നു തത്പരിചു ചേതോ വിമോഹിനി മയക്കായിക മായ തവ ദേഹോഹമെന്നിവയിൽ നാരായണായ നമ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.